നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടിക്കാഴ്ചയിൽ ഇന്ന് മുഖവുര ആവശ്യമില്ലാത്ത ഒരു പരിചിത വ്യക്തിത്വമാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുകയും അതിൻ്റെ ഫലം വരികയും മൂന്നാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം സുരേഷ് ജി. ആദ്യമായിട്ട് അല്പസമയം മുമ്പാണ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ സംഘടനാ പ്രവർത്തനത്തെയും തെരഞ്ഞെടുപ്പ് വിജയത്തെയും ഒക്കെ അഭിനന്ദിച്ചത്. കേരളത്തിൽ ജമ്മു കാശ്മീരിനേക്കാൾ പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിലും തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നു. ചരിത്രം കുറിച്ചുകൊണ്ട് ആദ്യമായി ലോക്സഭയിലേക്ക് BJPയുടെ ഒരു അംഗം എത്തുകയും ചെയ്യുന്നു. എങ്ങനെ വിലയിരുത്തുന്നു മൊത്തത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെയും അതിൻ്റെ ഫലത്തെയും? ഈ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ കേന്ദ്ര നമ്മുടെ ആഭ്യന്തര ഉപമന്ത്രി ശ്രീ അമിത്ഷാജിയും എപ്പോഴും കേരളത്തിലെ പ്രവർത്തകരോട് അങ്ങേയറ്റത്തെ ഒരു സ്നേഹവും അതോടൊപ്പം തന്നെ പരിഗണനയും നൽകി വന്നിട്ടുള്ളൊരു പാരമ്പര്യമാണ്. അത് ദേശീയ തലത്തിൽ എക്കാലത്തും BJPക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയും അമിത്ഷായും വന്നതിന് ശേഷം അത് കൂടുതൽ പ്രത്യക്ഷത്തിൽ തന്നെ കേരളത്തിന് ലഭിക്കും നമ്മൾ കണ്ടു. കാരണം നമുക്കറിയാമല്ലോ, ഈ CPMന്റെ അക്രമമൊക്കെ അതിശക്തമായിരുന്ന ഘട്ടത്തിൽ അമിത്ഷാജി അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെ ഈ CPM അക്രമത്തിനെതിരായിട്ട് രാജ്യവ്യാപകമായിട്ടൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിലൂടെ ഇന്നത്തെ ആഭ്യന്തര ഉപമന്ത്രി നടന്ന് പദയാത്രയായിട്ട് ആ ഗ്രാമങ്ങളിലൂടെ വന്നിട്ട് CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കാൻ അന്ത്യശാസനം നൽകിയ വ്യക്തിയാണ്. അതിനുശേഷം കേരളത്തിൽ അക്രമം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിലുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് കേരളത്തിലെ പ്രവർത്തകർ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ MLAയോ MP ഒന്നുമാകാതെ അനുഭവിക്കുന്ന ത്യാഗത്തെ സംബന്ധിച്ചൊക്കെ അവർക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ നേട്ടം ഉണ്ടാകുമ്പോൾ ആ നേട്ടത്തെ ഉയർത്തി കാണിക്കാൻ എക്കാലത്തും നമ്മുടെ കേന്ദ്ര നേതൃത്വം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലുണ്ടായത് ഒരു ചെറിയ നേട്ടമല്ല. ഞങ്ങൾ കേരളത്തിൽ സ്വപ്നം കണ്ട എല്ലാ നേട്ടങ്ങളും നമ്മളുടേതാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ നേട്ടമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ BJPക്ക് 20% വോട്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. 20% വോട്ട് ലഭിക്കുമ്പോൾ ഒരു MP ലഭിച്ചിരിക്കുന്നു. 2 പാർലമെൻറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കേവലം 15,000 വോട്ട്, 15,000 ചുറ്റിപ്പറ്റിയുള്ള വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തിരുവനന്തപുരവും ആറ്റിങ്ങൽ പാർലമെൻറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. 20% വോട്ടെന്ന് പറയുന്നത് എല്ലായിടത്തും, ഒരു മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അതോടൊപ്പം തന്നെ സംസ്ഥാനത്താണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും അധികാരം പിടിക്കാൻ പ്രാപ്തമായൊരു പാർട്ടി എന്ന നിലയിലേക്കുള്ള വളർച്ചയുടെ ഒരു ഘട്ടമാണ്. ഇനി ഇതിന് ശേഷമുള്ള ഓരോ ശതമാനം വോട്ടിനനുസരിച്ച് അനുപാതത്തിൽ സീറ്റുകൾ, MLA MP സീറ്റുകൾ തന്നെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് BJP ഇന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും കൈക്കലാക്കി വച്ചിരിക്കുന്ന സർവ്വ അധികാരങ്ങളും BJPയുടെ പ്രവർത്തകരിലേക്ക് എത്തുന്നതിനു വേണ്ടിയുള്ള ആ അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയൊരു അടിത്തറയാണ് 2024 തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും ഒരു MP ജയിച്ചതും അതോടൊപ്പം തന്നെ 3 ലക്ഷത്തോളം വോട്ട് ലഭിച്ച പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഒക്കെ കാണിക്കുന്ന. ആലപ്പുഴയിലും 3 ലക്ഷത്തിനോട് അടുത്ത് വോട്ട് കിട്ടി. അപ്പോൾ കാണിക്കുന്നത് അതാണ്. അതിനെയാണ് നരേന്ദ്രമോദി പ്രശംസിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ നേട്ടങ്ങൾ വേണ്ട രീതിയിൽ കാണുന്ന ഒരു ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തൃശ്ശൂരിലെ വിജയം അത് പറയേണ്ടതില്ല, ചരിത്രപരം തന്നെയാണ്. തിരുവനന്തപുരത്ത് ഏറെ പൊരുതിയിട്ടുണ്ട്, 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പക്ഷേ നമ്മളിപ്പോൾ നടത്തുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് തന്നെ കാരണം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു പാർട്ടിയുടെ പ്രകടനമാണ്. ആറ്റിങ്ങൽ മണ്ഡലം നമ്മൾ മുൻപൊരിക്കലും, അതായത് ഈ അടുത്ത കാലത്തൊക്കെ A ക്ലാസ് മണ്ഡലമായി പരിഗണിച്ചുവെങ്കിലും മുമ്പൊരിക്കലും അങ്ങനെ ഒരു പരിഗണനയിലുണ്ടായിരുന്ന മണ്ഡലമായിരുന്നില്ല. അവിടെ ഒരു ക്ലോസ് ഫൈറ്റ് ഉണ്ടാക്കുക, 3 ലക്ഷത്തിൽ പരം വോട്ട് നേടുക, അതിൻ്റെ ഒരു പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിലാണ് നമ്മൾ തന്നെ ഇപ്പോൾ കാണുന്നതെന്ന്. എങ്ങനെ തോന്നുന്നു ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഒരു
മുന്നേറ്റത്തെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ഇൻചാർജ് എന്ന നിലയിൽ ഏകദേശം 1.25 വർഷം മുമ്പാണ് എന്നെ നിശ്ചയിക്കുന്നത്. എറണാകുളം ജില്ലയുടെ പ്രഭാരിയായിരിക്കെ അവിടെ നിന്ന് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇൻചാർജായിട്ട് നിശ്ചയിച്ചു. കുറച്ചുകാലം എറണാകുളം ജില്ലയും ആറ്റിങ്ങലുമായിട്ട് നോക്കി, ഒരു ഒരു 3 മാസക്കാലം. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ ചാർജ് ഉണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാം, ആറ്റിങ്ങലിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് പോലെയല്ല ആറ്റിങ്ങൽ പാർലമെൻറ്റ്. തിരുവനന്തപുരത്ത് കേരളോർമ്മ രാജ മത്സരിക്കുന്ന കാലഘട്ടം മുതൽ ഇപ്പോൾ ജയിക്കും, ജയിപ്പിച്ചേ അടങ്ങൂ, ഞാൻ ജയിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു അഭിപ്രായവും അതിനുവേണ്ടിയുള്ള ഒരു ആത്മവിശ്വാസവും അതിനുവേണ്ടിയുള്ള ചിട്ടയായതും അതോടൊപ്പം തന്നെ ഒരു വാശിയേറിയതുമായിട്ടുള്ള പ്രവർത്തനവും കേരളോർമ്മ രാജയുടെ കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രവർത്തകർക്കോ അവിടുത്തെ പൊതുസമൂഹത്തിനോ ഒന്നും ഇത് ജയിക്കാനുള്ള പാർട്ടിയാണെന്നുള്ളൊരു ധാരണയൊന്നുമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു പല്ലും നഖവും ഉപയോഗിച്ചുള്ള ഒരു പോരാട്ടം ആറ്റിങ്ങലിൽ നടന്നിട്ടില്ല. അതായിരുന്നു ഞങ്ങൾ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ശ്രീ വി മുരളീധരനെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഉള്ള ചില പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന്, അവിടെ ജയിക്കണം എന്ന് തീരുമാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന നേതൃത്വമോ പ്രവർത്തകർക്കോ അതിനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോയിന്റ് നമ്പർ 1. രണ്ടാമത്, അതുകൊണ്ട് തന്നെ പിന്നെ ഗ്രാമീണ മേഖലയാണ്. അന്നോടൊന്ന് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ജീവിച്ചു പോകുന്ന പ്രവർത്തകരാണ് 90% പ്രവർത്തകരും. നഗരത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരം അവിടെ ഇല്ല. അവിടെ സമ്പൂർണ്ണ ഗ്രാമമാണ്. 3 മുനിസിപ്പാലിറ്റി ഉണ്ട്, അതും ഏകദേശം ഗ്രാമമാണ്. അപ്പോൾ സമ്പൂർണ്ണ ഗ്രാമം, ഗ്രാമീണ അന്തരീക്ഷം, വളരെ ദരിദ്രരായിട്ടുള്ള പ്രവർത്തകർ. ആ പ്രവർത്തകരുടെ കാര്യക്ഷമതയെ പരമാവധി പ്രയോജനപ്പെടുത്തി വിജയിക്കുക എന്നുള്ളതിലപ്പുറം വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, തീരദേശം മുതൽ മലയോരം വരെയുള്ള അതിവിശാലമായിട്ടുള്ള ഏരിയ. തിരുവനന്തപുരം ജില്ല 2 പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കാണെങ്കിലും തിരുവനന്തപുരം ജില്ലയുടെ 60% വരുന്ന ഭൂമി ആറ്റിങ്ങൽ പാർലമെൻറ്റിലാണ്. അത് ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്ത് വരുന്ന പശ്ചിമഘട്ടം മുതൽ അറേബ്യൻ കടൽ വരെയുള്ള പ്രദേശം മുഴുവൻ ആറ്റിങ്ങൽ പാർലമെൻറ്റാണ്. വാസ്റ്റായിട്ടുള്ള ഏരിയ, അതിൻ്റേതായിട്ടുള്ള ചില വൈവിധ്യങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശം. അപ്പോൾ ഈ പ്രദേശത്ത് പാർട്ടി ജയിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ചിന്ത. അതിനുവേണ്ടി ഞങ്ങൾ വിചാരിച്ചു, ആത്മവിശ്വാസം സൃഷ്ടിക്കലാണ് ഏറ്റവും പ്രധാനം. പ്രവർത്തകർക്കും ജനങ്ങൾക്കും ആത്മവിശ്വാസം സൃഷ്ടിക്കണം. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയി. ആ പദ്ധതികളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറം വിജയിച്ചു. അതിൽ ഒന്നാണ് നമ്മുടെ അറിയാമല്ലോ, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത്. അത് ഇന്ത്യയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച അദ്ദേഹം പ്രവർത്തകരോടും ജനങ്ങളോടും സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ 2022 ഒക്ടോബർ നവംബർ മാസത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു, ആറ്റിങ്ങലിൽ ഞങ്ങൾ ആദ്യത്തെ ചലഞ്ച് 1423 ബൂത്താണ് ആറ്റിങ്ങലിലുള്ളത്. ആ ആറ്റിങ്ങലിൽ ആദ്യത്തെ ചലഞ്ച് മൻ കി ബാത്ത് 1000 ബൂത്തിന് മുകളിൽ മൻ കി ബാത്ത് എത്തിക്കുക. ഒരു വലിയ പരിശ്രമം നടത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല 1000 എത്താൻ പറ്റുമെന്ന്. പക്ഷേ 1023 ബൂത്തിൽ മൻ കി ബാത്ത് എത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മൻ കി ബാത്ത് നടന്ന പാർലമെൻറ്റ് മണ്ഡലമായി ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രഖ്യാപിച്ചു. ഈ മൻ കി ബാത്ത് എന്ന് പറഞ്ഞാൽ അത് ഓൺലൈനിൽ അതിൻ്റെ ഒരു ആപ്പുണ്ട്. നമോ ആപ്പിലും അതോടൊപ്പം തന്നെ സരൾ ആപ്പിലും ഇത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഏത് സ്ഥലത്താണോ നടക്കുന്നത് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യപ്പെടുന്ന സമയത്ത് മാത്രമേ ഇത് കൗണ്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ അതിൽ ഈ കള്ളക്കളിയൊന്നും സാധ്യമല്ല. നമ്മൾ പറയുന്ന റിപ്പോർട്ടല്ല, ഈ അപ്ലോഡ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിൽ 1023 ബൂത്തിൽ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ മൻ കി ബാത്ത് നടന്നു എന്നുള്ളത് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങളുടെ സംഘടനാ തലത്തിലുള്ള ഒരു ആത്മവിശ്വാസം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ടാർഗറ്റായിരുന്നു. അത് ഞങ്ങൾ സാധിച്ചു. ഉടൻ തന്നെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി അടുത്ത ആഴ്ച തന്നെ തിരുവനന്തപുരത്ത് വന്നു.
ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ മൻ കി ബാത്ത് വിജയിപ്പിച്ച എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അനുമോദിച്ചു. അങ്ങനെ അത് ഞങ്ങളങ്ങോട്ട് ആഘോഷിച്ചു. ആ ആഘോഷം വേറൊന്നിനും വേണ്ടിയായിരുന്നില്ല. പ്രവർത്തകർക്ക് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മളുടെ പാർട്ടിയെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരാത്മവിശ്വാസം കൊടുക്കലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങി. പിന്നെ എല്ലാ ബൂത്തുകളിലേക്കും പ്രവർത്തനം എത്തിക്കാൻ ശ്രമിച്ചു. ആ പ്രവർത്തനം ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചെത്തിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എത്തിക്കാവുന്ന പരമാവധി സ്ഥലത്ത് അത് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. അതൊരു വശം. രണ്ടാമത്തെ വശം വി മുരളീധരൻ്റെ പ്രവർത്തനം. അത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി, ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു സംഘാടകനാണ്. സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില ശ്രമങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. കാരണം BJP വോട്ട് മറിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ഇലക്ഷനും CPM-ഉം കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന് മാറ്റം കുറിച്ചത് ശ്രീ വി മുരളീധരൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതിനു ശേഷം. അദ്ദേഹം ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ എക്കാലത്തും ശ്രദ്ധിച്ചിരുന്ന നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളുടെ ഈ പരിശ്രമങ്ങൾക്ക് വലിയ ഒരു പിന്തുണ നൽകി. മാത്രമല്ല അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, വളരെ പ്രൊഫഷണലായിട്ട് ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ മുഴുവൻ വീടുകളിൽ പോയി കാണുകയും അവരുമായിട്ട് ബന്ധം വയ്ക്കുന്നതിനും ഉള്ള ഒരു പരിശ്രമം ഭംഗിയായിട്ട് നടത്തിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കീ വോട്ടേഴ്സ്, എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്, ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സംവിധാനം വഴി, അതോടൊപ്പം തന്നെ പാർട്ടി ഘടകവുമായിട്ട് ചേർന്ന് അദ്ദേഹം നടത്തിയിരുന്നു. അത് ആറ്റിങ്ങലിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് അവിടെ ഇല്ലായിരുന്നു. അടൂർ പ്രകാശ് ജയിച്ചു പോയതിനു ശേഷം ആറ്റിങ്ങലിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ അസാന്നിധ്യം വി മുരളീധരൻ്റെ സാന്നിധ്യം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടുത്തെ ജനങ്ങളുടെ എന്ത് വിഷയം വന്നാലും അവർ അടൂർ പോകാനോ പത്തനംതിട്ട പോകാനോ മെനക്കെട്ടില്ല. വി മുരളീധരൻ ആറ്റിങ്ങലിൽ ഓഫീസ് എടുത്തു. അദ്ദേഹത്തിൻ്റെ ആറ്റിങ്ങൽ ഓഫീസിൽ വന്നാൽ എന്തു വിഷയത്തിനും പരിഹാരമുണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആറ്റിങ്ങൽ നിവാസികളിൽ സൃഷ്ടിക്കുന്നതിൽ വി മുരളീധരൻ വിജയിച്ചു. മാത്രമല്ല, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരെ ആറ്റിങ്ങിൽ കൊണ്ടുവന്നു, മാമം ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു. ഒരൊറ്റ പരിപാടിയിൽ വെച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പാ വ്യാപന മേള നടത്തി. അത് ആറ്റിങ്ങലിൽ വലിയ ചലനം ഉണ്ടാക്കി. ജോബ് മേളകൾ, 4 ജോബ് മേള നടത്തി അദ്ദേഹം. 100 കണക്കിന് യുവാക്കൾക്ക് ചെറുതും വലുതുമായിട്ടുള്ള ജോലി കിട്ടി. അപ്പം അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനം വഴി അവിടുത്തെ ഈ ആറ്റിങ്ങലിലെ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി എമിനൻറ്റ് പേഴ്സണാലിറ്റീസുമായിട്ടുള്ള മീറ്റിംഗ് പ്രാദേശിക തലത്തിൽ. ഇതൊക്കെ ഒരു പുതിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. സംഘടനാ തലത്തിൽ ഞങ്ങൾ അടിത്തറയിൽ സംഘടനാ സിസ്റ്റം സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് മന്ത്രി എന്ന നിലയിൽ, ഒരു രാജ്യസഭാ MP എന്ന നിലയിൽ വി മുരളീധരൻ മുകൾ തട്ടിൽ പ്രമുഖ വ്യക്തികളെ കാണുക, വികസനത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുക, വികസന പ്രശ്നങ്ങളിൽ ഇടപെടുക, ദേശീയപാത വിഷയങ്ങൾ ഇടപെടുക, അതിന് ഫ്ലൈ ഓവർ വേണ്ടിടത്ത് ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്യുക, അണ്ടർ പാസേജ് വേണ്ടിടത്ത് അതിനുവേണ്ടിയുള്ള സംവിധാനം ചെയ്യുക, സർവീസ് റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, റെയിൽവേയുടെ വിഷയങ്ങൾ പരിഹരിക്കുക. ഇതൊക്കെ ചെയ്യുന്ന സജീവമായ സക്രിയമായ ഒരു MP എന്ന നിലയിലേക്ക് വി മുരളീധരൻ കഴിഞ്ഞ 1.5-2 വർഷത്തിനുള്ളിൽ അവിടെ മാറാൻ സാധിച്ചു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നപ്പോൾ സംഭവിച്ച അത്ഭുതമാണ് ഇപ്പോൾ 3,11,000-ലേറെ വോട്ടോടുകൂടി 2ാം സ്ഥാനത്തല്ലെങ്കിലും 3ാം സ്ഥാനത്താണെങ്കിലും ഞങ്ങൾക്ക് 16,000 വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തെത്തിയ ഒരു സാഹചര്യം ആറ്റിങ്ങലുണ്ടായപ്പോൾ ഈ 2 സംഘടനാ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വി മുരളീധരൻ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വി മുരളീധരൻ നടത്തിയ പ്രവർത്തനവും പരസ്പരം പൂരകമായിട്ട് ഒരേ താളലയത്തിൽ മുന്നോട്ട് പോയതിൻ്റെ ഗുണഫലമാണ്. ഇതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട്. പക്ഷേ അതിലേറെ ദുഃഖമുണ്ട്. എന്താണെന്നറിയോ, ഈ ചെറിയ മാർജിൻ ഞങ്ങൾ വിചാരിച്ചു CPM-ഉം കോൺഗ്രസും ഒക്കെ കുറേ കൂടെ വോട്ട് പിടിക്കും, ഞങ്ങൾക്ക് ഈ വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഞങ്ങളുടെ വോട്ട് 3 ലക്ഷത്തിനും 320-നും ഇടയിലായിരിക്കുമെന്ന് ഞങ്ങൾ തിട്ടപ്പെടുത്തി ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചത് കോൺഗ്രസ്സിന് കുറച്ചുകൂടെ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. CPM ഇത്രത്തോളം തകർന്നു പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇവിടെ
ഈ ഇങ്ങനെ 2000-3000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ 12ാമത്തെ എന്താ പറയുക റൗണ്ട് വരെ ഞങ്ങളിങ്ങനെ നിന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ബൂത്തിൽ നിന്ന് ഒരു 5-10 വോട്ടുകൂടെ കൂടുതൽ കിട്ടിയിരുന്നുവെങ്കിൽ വി മുരളീധരൻ ഉറപ്പായിട്ട് ജയിച്ചേനെ. അത്രയും ഞങ്ങൾ അത് നമുക്ക് എത്തിക്കാൻ സാധിച്ചില്ലല്ലോ. ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വിഷമം ഈ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ ഇത് വിഷമം ഒരാളോട് പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വോട്ട് എത്തിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമത്തിന് സാഹചര്യം ഉണ്ടായത്, അതുകൊണ്ട് അതിൽ ആശ്വസിക്കൂ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ അല്പാശ്വാസം കണ്ടെത്തേ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ ശ്രീ വി മുരളീധരൻ്റെ പ്രതികരണം എന്നത് വിജയത്തോളം മധുരമുള്ള പരാജയം എന്നായിരുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ താങ്കളുടെ ഒരു ഈ പ്രവർത്തന പരിചയം വെച്ച് ഇനി എന്താണ് സംഘടനാപരമായി അവിടെ ചെയ്യേണ്ടത്? ഇനി ഞങ്ങളെ ആറ്റിങ്ങൽ എന്നല്ല തിരുവനന്തപുരം ജില്ലയിൽ തോൽപ്പിക്കാൻ CPM-നോ കോൺഗ്രസിനോ സാധിക്കില്ല. കാരണം ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 5,64,000 വോട്ട് താമര ചിഹ്നത്തിൽ ലഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. കൈപ്പത്തിയിൽ ലഭിച്ചതിനേക്കാൾ അതല്ലെങ്കിൽ അരിവാളിൽ ലഭിച്ചതിനേക്കാൾ വോട്ട് താമര ചിഹ്നത്തിൽ തരാൻ തിരുവനന്തപുരം ജില്ലയിലെ ജനത തയ്യാറാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന 6,60,000 വോട്ട് താമര ചിഹ്നത്തിൽ ലഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. 5 അസംബ്ലി സീറ്റുകളിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. 3 അസംബ്ലി സീറ്റുകളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്താണ്. ഏകദേശം 73 പഞ്ചായത്തുകളിൽ 10-40 പഞ്ചായത്തുകളിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. 2,700 വരുന്ന ബൂത്തുകളിൽ 1,300 ബൂത്തുകളിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. ഞങ്ങൾ തിരുവനന്തപുരത്തെ അജയ്യ ശക്തിയാണ്. ഇത് വരുന്ന കോർപ്പറേഷനിൽ തിരുവനന്തപുരം മേയർ ബി ജെ പിക്കാരനായിട്ടുള്ള മേയറെ സൃഷ്ടിക്കാൻ, തിരുവനന്തപുരത്തുള്ള 4 മുനിസിപ്പാലിറ്റികളിലും BJP ഭരണം എത്തിക്കാൻ, തിരുവനന്തപുരത്ത് 40-ലേറെ പഞ്ചായത്തുകളിൽ BJP ഭരണം എത്തിക്കാൻ, 1000-ൽ പരം ജനപ്രതിനിധികളെ ജയിപ്പിക്കാൻ BJPക്ക് സാധിക്കുന്ന ശക്തിയായിട്ട് തിരുവനന്തപുരത്ത് BJP മാറിക്കഴിഞ്ഞു. കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് നിന്നാലും ഇനി ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന ഒരു ആത്മവിശ്വാസമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 7 വർഷം ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന വ്യക്തി എന്ന നിലയിലും തിരുവനന്തപുരത്തെ ഓരോ ബൂത്തിലെയും പ്രവർത്തകരുമായിട്ട് ആത്മബന്ധമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ പറയുന്നു, ഇനി തിരുവനന്തപുരത്ത് BJPയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കില്ല. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് 7-8 MLA-മാരെ തിരുവനന്തപുരത്ത് ജയിപ്പിക്കാൻ പറ്റുന്ന പാർട്ടിയായി 2026 BJP തിരുവനന്തപുരത്ത് മാറും. എന്തായാലും ഈ കേരളത്തിൽ പൊതുവെ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും ഒരു വിഭാഗം നിരാശരാണ് എന്ന് വ്യക്തമാണ്. ഒന്ന്, ഈ പോളിംഗ് പെർസെൻറ്റേജിൽ വന്ന വ്യത്യാസം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് കിട്ടിയ മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. ഇത് ഏത് ഭാഗത്തായിരിക്കാം ഈ നിരാശ? ഏതൊരു സംശയമില്ല. ഇപ്പോൾ CPM-ൻ്റെ അച്ചടക്കം വലിയ സംവിധാനമാണല്ലോ. ശ്രീ കുമാർ, അങ്ങ് മനസ്സിലാക്കേണ്ടത് സ്ഥാനാർത്ഥി ജോയിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആണല്ലോ. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും വർക്കലയുടെ MLA-യും ആറ്റിങ്ങൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന ജോയിയുടെ ബൂത്തിൽ BJP-യാണ് 1ാം സ്ഥാനം. അതെ, തൊട്ടപ്പുറത്ത് ആറ്റിങ്ങൽ ചിലപ്പോൾ മന്ത്രി പോലും ആകുമെന്ന് ഇപ്പോൾ ചർച്ചയിലുള്ള ആറ്റിങ്ങലിൻ്റെ MLA അംബികയുടെ ബൂത്തിൽ BJP-യാണ് 1ാം സ്ഥാനത്ത്. കാട്ടാക്കട BJP 1ാം സ്ഥാനത്തേക്ക് വന്ന കാട്ടാക്കട അസംബ്ലിയിൽ കാട്ടാക്കട MLA IB സതീഷിൻ്റെ ബൂത്തിൽ BJP 1ാം സ്ഥാനത്താണ്. അപ്പോൾ പാർട്ടി CPM-ൻ്റെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെയും സ്ഥാനാർത്ഥി പാർലമെന്റ് സ്ഥാനാർത്ഥിയുടെയും ബൂത്തിൽ വി മുരളീധരൻ 1ാം സ്ഥാനത്ത് വന്നുവെങ്കിൽ അതിന് കാരണം എന്താ? CPM-ൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തു ഈ ജില്ലയിൽ എന്ന് തികഞ്ഞ ബോധ്യത്തോടുകൂടി BJP-യുടെ പ്രവർത്തകനായിട്ട് ഞാൻ പറയാം. CPM-ൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ദശാബ്ദങ്ങളായിട്ട് അരിവാളിൽ മാത്രം വോട്ട് ചെയ്യുന്ന എത്രയോ സഖാക്കന്മാർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്.
ദശാബ്ദങ്ങളായി കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്നവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വി മുരളീധരൻ 3,11,000 വോട്ട് ആറ്റിങ്ങലിൽ നേടിയത്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 3,42,000 വോട്ട് നേടിയത്. അതുകൊണ്ടാണ്. നോട്ടയ്ക്ക്, നിങ്ങളുടെ ചോദ്യം, നോട്ടയ്ക്ക് എന്തുകൊണ്ട് ആറ്റിങ്ങലിൽ ഇത്രയും വോട്ട് കൂടിയതാണ്? ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. സഖാക്കന്മാർ വോട്ട് ചെയ്യാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇന്നോവ വരും, പാർട്ടി ഇനോവ വരും, പാർട്ടി അച്ചടക്ക നടപടി വരും. അത് മാത്രമല്ല, ജില്ലാ സെക്രട്ടറിയാണ്, നശിപ്പിച്ചു കളയും, പിന്നെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാവപ്പെട്ട സഖാക്കന്മാർ വോട്ട് ചെയ്യാൻ വന്നു. വോട്ട് ചെയ്യാൻ വന്നിട്ട് ദശാബ്ദങ്ങളായി കുത്തിയ അരിവാളിൽ വോട്ട് ചെയ്യാൻ അവർ തയ്യാറായില്ല. BJPക്ക് ചെയ്യാനുള്ള മനസ്സുമായിട്ടില്ലാത്ത കുറച്ച് സഹാക്കന്മാരുണ്ട്. അവർ നോട്ടയിൽ ചെയ്തിട്ട് പോയി. അതുകൊണ്ട് നോട്ടയിൽ വീണ വോട്ടിൽ 95% അരിവാളിൽ ചെയ്യാൻ ഉദ്ദേശിച്ച സഖാക്കന്മാർ, അരിവാളിൽ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സഖാക്കന്മാരുടെ വോട്ടാണ്. അതാണ് ആറ്റിങ്ങലിലെ നോട്ട വോട്ട്. യാതൊരു സംശയമില്ല. ഈ കോൺഗ്രസ് നേരത്തെ തന്നെ ഉന്നയിക്കാറുള്ളതാണ്, അതായത് BJPയും CPM തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന രീതിയിൽ. ആ രീതിയിലാണ് ഇപ്പോൾ വോട്ട്, അതായത് തളികയിൽ വെച്ച് നൽകിയെന്നൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് BJP വിലയിരുത്തുന്നത്? ഇതൊക്കെ വെറും തമാശ എന്നേ കണക്കാക്കാൻ പറ്റും. കാരണം മുരളീധരൻ വേഷം കെട്ടി പോയല്ലോ തൃശ്ശൂർ ചെന്ന് BJPയെ തോൽപ്പിക്കാൻ. നേമത്ത് കുമ്മനത്തെ തോൽപ്പിച്ച് CPMന്റെ വെള്ളിത്തളികയിൽ വെച്ച് ശിവൻകുട്ടിയെ നേമത്ത് ജയിപ്പിക്കാൻ, അരിവാളിനെ ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ മുരളീധരൻ അന്ന് നേമത്ത് വേഷം കെട്ടി വന്നത്. അതേ വേഷം കെട്ടി അവിടെ പോയത് സുനിൽകുമാറിനെ ജയിപ്പിച്ചു കൊടുക്കാനാണല്ലോ. അപ്പോൾ ഇങ്ങനെ വേഷം കെട്ടിപ്പോയ കോൺഗ്രസ്സുകാരൻ ആരെ ജയിപ്പിക്കാനാ? CPMനെ ജയിപ്പിക്കാനാ പോയത്. അതിനെ തോൽപ്പിച്ചിട്ടാണ് അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരൻ മുരളീധരൻ്റെ വേഷം കെട്ടിനെയും CPMന്റെ ജനവിരുദ്ധ നിലപാടിനെയും തോൽപ്പിച്ചിട്ടാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസും CPMുമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യ മുന്നണി, ഒറ്റ മുന്നണിയിലെ സഖ്യകക്ഷികളാണ് ഇവർ രണ്ടുപേരും. ഈ രണ്ട് സഖ്യകക്ഷികളും ആയിട്ട് ഒരുമിച്ച് ഇന്ത്യ മുന്നണിയിലിരിക്കുന്ന ഇവർക്ക് BJP CPMനെ സഹായിക്കുന്നു, കോൺഗ്രസിനെ സഹായിക്കുന്നു എന്ന് പറയാൻ എന്ത് ധാർമ്മികമായ അവകാശമുള്ള? അതും പോട്ടെ, ഇവർ കേരളത്തിൽ വായിക്കേണ്ട ചുമരെഴുത്ത് ബംഗാളിൻ്റെ ചുമരെഴുത്താണ് കേരളത്തിൽ നിന്ന് വായിക്കേണ്ടത്. ത്രിപുരയുടെ ചുമരെഴുത്താണ് കേരളത്തിൽ നിന്ന് വായിക്കേണ്ടത്. 35 വർഷം CPMും കോൺഗ്രസും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്നിട്ട് ബംഗാൾ ഭരിച്ചു. 25 വർഷം ഇവർ പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ട് ത്രിപുര ഭരിച്ചു. ഈ രണ്ടിടത്തും ഇന്ന് BJP അജയ്യമായ ശക്തിയാണ്. BJP അജയ്യമായ ശക്തിയായിട്ട് മാറിയത് കോൺഗ്രസിനെയും CPMനെയും ഒരുപോലെ നശിപ്പിച്ചിട്ടാണ്. ഇതിൽ ഒന്നിനെ നശിപ്പിക്കേണ്ട മറ്റതിനെ നശിപ്പിച്ചാൽ മതിയെന്നൊന്നും ഒരിടത്തും തീരുമാനിച്ചിട്ടില്ല. രണ്ട് കൂട്ടരെയും ഒന്നുപോലെ നശിപ്പിച്ച് രണ്ട് കൂട്ടരും പൊടി പോലുമില്ല കാണാൻ എന്ന അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ് ബംഗാളിലും ത്രിപുരയിലും. കേരളത്തിൽ യാതൊരു സംശയമില്ല, കേരളത്തിലും നശിക്കുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് നശിക്കും. ഇവിടെ നേരത്തെ കുമാർ ചോദിച്ചതുപോലെ ഇപ്പോൾ നരേന്ദ്രമോദിജി കേരളത്തെ പ്രശംസിക്കുന്നു. അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഞാനതിൽ ഒരു വശം പറഞ്ഞത് ഇവിടെ ത്യാഗം അനുഭവിച്ച് വീരബലിദാനികളായിട്ടുള്ള പ്രവർത്തകരെ സ്മരിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭീഷണികൾ ചെറുതല്ല. ഇന്ത്യയിൽ വേറൊരു പാർട്ടി ഘടകവും അഭിമുഖീകരിക്കാത്ത സർവ്വ ഭീഷണികളും ഒരുമിച്ച് അഭിമുഖീകരിക്കുന്ന ഒരു പ്രവർത്തകരാണ് കേരളത്തിലെ BJP RSS പ്രവർത്തകർ. ഒന്ന്, CPM ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ, ജനാധിപത്യത്തിനോടും രാജ്യത്തിനോടും ലവലേശ കൂറില്ലാത്ത CPMന്റെ അവശേഷിപ്പുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ഇന്ത്യ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഇന്ത്യയിൽ ഒരു പ്രസക്തിയില്ലാത്ത, ഇന്ത്യ വിഭജനത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് നിലനിൽക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള SDPI ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, രാജ്യത്തിൻ്റെ കാശ്മീരിലെ ഉൾപ്പെടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ശമനം വരുമ്പോഴും
കേരളത്തിൽ തീവ്രവാദ പ്രശ്നങ്ങളും അവരുടെ ജിഹയും അവരുടെ മാധ്യമങ്ങളും ശക്തമായിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. എല്ലാത്തിനും ഉപരി കോൺഗ്രസ്സുകാരുടെ കൂടുതൽ അവശേഷിപ്പ് കേരളത്തിൽ നിലനിൽക്കുന്ന സ്ഥലവും കേരളമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ 4 ഇന്ത്യയിലെ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും പാർട്ടി ഘടകങ്ങൾ അഭിമുഖീകരിക്കുന്നുള്ളൂ. കേരളത്തിൽ ഇതെല്ലാം നമ്മൾ നേരിട്ട് പോവേ. ഇതിൻ്റെ മുഴുവൻ ആക്രമണം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ആൾക്കാരായിട്ട് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്തേണ്ടത്. ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ കരുത്ത് ചെറുതല്ല. ഞങ്ങളുടെ മാനസികമായിട്ടുള്ള കരുത്ത്, രാഷ്ട്രീയപരമായിട്ടുള്ള കരുത്ത് ഏതൊരു പാർട്ടിയുടെയൊക്കെ ഇന്ത്യയിലെ ഏതൊരു ഘടകത്തിലെ പ്രവർത്തകരെക്കാൾ കൂടുതലാണ്. ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. കാരണം ഞങ്ങൾ നിൽക്കുന്നില്ലേ. 10-60 വർഷക്കാലമായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാതെ ഈ കൊടിയും പിടിച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ച് ഞങ്ങൾ ഈ നാട്ടിൽ പോരാടി നിൽക്കുന്നില്ലേ. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തും ആത്മവിശ്വാസവും. ആ കരുത്തിനും ആത്മവിശ്വാസത്തിനും അധികാരം കൂടെ കിട്ടിയാൽ പിന്നെ ഞങ്ങളെ പിന്നോട്ടേക്ക് വലിക്കാൻ, തോൽപ്പിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം കാരണം കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീമതി ശോഭാ സുരേന്ദ്രനും അത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഈ തൃശ്ശൂർ മോഡൽ മറ്റു മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്ന്. ഇപ്പോൾ താങ്കളുടെ അനുഭവത്തിൽ നിന്നും നേരത്തെ സംഘടനയെ ഒരുക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് കണ്ടു. ഇതൊക്കെ ഇനി പ്രാബല്യത്തിൽ വരുത്തി ഈ ഒരു മുൻതൂക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടിയിൽ തീരുമാനമായിട്ടുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ഈ മണ്ഡലം നർച്ചറിങ് പാർട്ടിയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള സമീപനമാണ്. കാരണം മത്സരിക്കുന്ന ആൾക്കാർ അത് പുതുതായിട്ടുണ്ടായതല്ല. കേരളത്തിൽ വേണ്ടത്ര നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആ മണ്ഡലം നർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കമാണ്. കേരളത്തിൽ ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർജി ഇവിടുത്തെ പ്രഭാരിയായി വന്നതിന് ശേഷം അദ്ദേഹം അസംബ്ലികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ദേശീയ തലത്തിൽ തന്നെ ഏകദേശം 1-1.25 വർഷം മുമ്പ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രിപ്പറേറ്ററി വർക്ക് അത് ആരംഭിച്ചിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ വന്നിട്ടുള്ള ഈ മുന്നേറ്റത്തിന് ഒരു കാരണം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള പാർട്ടിയുടെ കീഴ്വഴക്ക പ്രകാരമുള്ള ഒരു നിലപാട് തന്നെയാണ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മത്സരിക്കണം എന്ന് താല്പര്യമുള്ള മണ്ഡലങ്ങൾ പാർട്ടിയുടെ ഘടകങ്ങളുമായിട്ട് ആലോചിച്ച് അത് അവിടെ ഇടപെടൽ നടത്തുക എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും നടത്തേണ്ടതാണ്. പാർലമെൻ്ററി തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ ഒരു മത്സരം കഴിഞ്ഞാൽ ഈ ആട് കടിച്ചു പോകും പോലെ, കാണുന്ന ഇലയൊക്കെ കടിച്ചിങ്ങനെ പോകുന്നത് പോലെ പോകാതെ ഒരിടത്ത് നിന്ന് കൺസിസ്റ്റൻ്റായി അവിടുത്തെ ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. അത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞതും സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതും അതോടൊപ്പം തന്നെ ശ്രീ കൃഷ്ണദാസ് ഉൾപ്പെടെ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം കാട്ടാക്കട മണ്ഡലത്തിലൊക്കെ അത്യാവശ്യം യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ പലരും അപൂർവം ചില ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതും ഒക്കെ പാർട്ടിക്ക് വലിയൊരു അസറ്റാണ്, പാർട്ടിക്ക് ഗുണമാണ്. അതുകൊണ്ട് അത് വ്യാപകമായിട്ട് എല്ലാ നേതാക്കന്മാരും ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണയായിട്ട് ഇതൊക്കെ സുരേഷ് ഗോപിയുടെ വിജയവും ഒക്കെ മാറട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത, സംസ്ഥാന തലത്തിൽ വലിയൊരു ഐക്യം രൂപപ്പെടുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുപോലും ഇല്ലാതെ, ഈ മാധ്യമങ്ങൾക്കൊരു സ്കൂപ്പിന് പോലും വക നൽകാതെ കേരളത്തിലെ ഘടകം ഒരുമിച്ചൊരൊറ്റക്കെട്ടായി നിന്നു എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനം എങ്ങനെയാണ്? BJPയുടെ സംസ്കാരമാണ് ഈ ഐക്യബോധം. ആ സംസ്കാരത്തിന് വിരുദ്ധമായ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളോ
അതൊക്കെ വരുമ്പോൾ അത് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ഭയങ്കര ഹൈലൈറ്റ് കൊടുത്ത് അത് ഞങ്ങളെ മുഴുവൻ ദോഷപ്പെടുത്തുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് കൊണ്ടൊരു കരയിലെത്തിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടായത് ഒരു സംഘടനാ തലത്തിൽ ഇതിനു വേണ്ടി ഒരു ശ്രദ്ധയുണ്ടായിരുന്നു കാര്യമായി. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ശ്രദ്ധ സംഘടനാ തലത്തിൽ ഉണ്ടായിരുന്നു. ആ ശ്രദ്ധ സംസ്ഥാനം മുതൽ താഴെ തലം വരെ അത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് പഴയകാല പ്രവർത്തകരെയൊക്കെ വീടുകളിൽ പോയി കാണുക, പഴയകാല പ്രവർത്തകരുടെ ശേഷിക്കനുസരിച്ച് അവരെ സംഘടനാ ചുമതലകൾ ഏൽപ്പിക്കുക, ഇലക്ഷൻ ചുമതലകൾ ഏൽപ്പിക്കുക, അവരെയൊക്കെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരുമായിട്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യുക. അങ്ങനെ പാർട്ടി ഏത് സമയത്തും തുടരേണ്ട ഒരു സംസ്കാരമാണ്, ഒരു രീതിയാണ്. ആ രീതി ഈ കൂടുതൽ ഗൗരവത്തിൽ നടത്തണമെന്നുള്ള രീതിയിലുള്ള ഒരു പരിശ്രമം ഈ ഇലക്ഷൻ പ്രവർത്തനത്തിന് മുന്നോടിയായിട്ട് സംസ്ഥാന തലത്തിൽ നടന്നിരുന്നു. ആ നടന്നതിൻ്റെ ഗുണഫലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആറ്റിങ്ങലിൽ, എനിക്ക് ആറ്റിങ്ങലിനെ കുറിച്ച് ഇതിലെല്ലാം ഉദാഹരണം പറയാം. ആറ്റിങ്ങലിൽ ഞങ്ങൾ മുൻ മണ്ഡലം പ്രസിഡന്റുമാർ, മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, മുൻ ജില്ലാ ഭാരവാഹികൾ, മുൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഈ കാറ്റഗറിയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ വീടുകളിൽ പോയി കണ്ടിട്ട് അവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ സംഘടനാ പ്രവർത്തനത്തിൽ അവരുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മെക്കാനിസം ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് എന്നോട് ചോദിച്ചില്ല, ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല, എന്നെ അറിയിച്ചില്ല എന്ന് പറയുന്ന പരാതികൾ ഗണ്യമായി കുറയ്ക്കാൻ, 100% കുറയ്ക്കാനൊന്നും നമുക്ക് സാധിക്കില്ല, അത് മനുഷ്യസാധ്യമല്ല. പക്ഷെ ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ്. ആ എനർജി ഈ നേട്ടങ്ങൾക്ക് കരുത്തു പകർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാനമായി ഈ ദേശീയ തലത്തിലെ ഒരു സ്ഥിതിവിശേഷം, ഇപ്പോൾ ഒരു മുന്നണി സർക്കാർ ഉണ്ടാകാൻ പോകുന്നു. പ്രധാനമന്ത്രിയുടെ ആവേശോജ്വലമായ ഒരു പ്രസംഗമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. എങ്ങനെയാണ് പാർട്ടി കേരള ഘടകത്തിൻ്റെ ആവേശം? മന്ത്രിമാരുണ്ടാകും എന്ന് കേൾക്കുന്നുണ്ട്. മന്ത്രിമാരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മന്ത്രിമാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിനെയും കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെയും കേരളത്തിനെയും പൊതുവെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ മനസ്സിനുടമയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് കാര്യമായിട്ടുണ്ട്, കേരളീയർക്കുമുണ്ട്. കാരണം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്നിട്ടുള്ള വികസനങ്ങൾ മാത്രമെടുത്താൽ കേരളത്തിനോട് എത്രത്തോളം കരുതലാണ് നരേന്ദ്രമോദി നൽകിയത് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കേരളീയർക്ക് ആർക്കും ഉത്കണ്ഠയില്ല. പക്ഷേ സാങ്കേതികമായി മന്ത്രിയോ മന്ത്രിമാരോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ഈ ഗവൺമെൻറ് ഒരു മുന്നണി ഗവൺമെൻറ്റായിട്ടാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാലം നരേന്ദ്രമോദി വരുന്ന സമയത്ത് പലരും പല രീതിയിലുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് നൽകിയിരുന്നത്. നരേന്ദ്രമോദി ഭയങ്കര ഗുജറാത്ത് മാത്രം ഭരിച്ച ആളാണ്, അങ്ങേരെങ്ങനെ ഇന്ത്യ ഭരിക്കും എന്ന് ചോദിച്ചവർക്ക് ഉത്തരമാണ് 10 വർഷം അദ്ദേഹം ഇന്ത്യയെ ഭരിച്ചതും ഇന്ത്യയെ ലോകത്തിൽ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയതും ഒരു പവർഫുൾ നാഷനാക്കി ഇന്ത്യ മാറ്റിയതും. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു ഹിന്ദു വർഗീയവാദിയാണ്. ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ളവർ BJP വോട്ട് ചെയ്ത് അവിടെയൊക്കെ നരേന്ദ്രമോദിയുടെ പാർട്ടി അധികാരത്തിലെത്തി. അപ്പോൾ അതുകൊണ്ട് ഇനി അത്തരത്തിലും നരേന്ദ്രമോദി പ്രൂവ് ചെയ്തു, ഞാൻ ഇന്ത്യയുടെ സകലമാന ജനതയുടെയും നേതാവാണ് എന്നും പ്രൂവ് ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന് ലോകത്തെ എങ്ങനെ ലോകത്ത് ഒരു നേതാവായിട്ട് എങ്ങനെ മാറാൻ സാധിക്കും എന്നതിനും അദ്ദേഹം ഉത്തരം നൽകി കഴിഞ്ഞു. ലോകത്ത് 76% വരുന്ന ജനത ആ ഒരു ഗ്ലോബൽ ലീഡറായിട്ട്, റിയൽ ഗ്ലോബൽ ലീഡർ എന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. അത് മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആ രാജ്യങ്ങളിലെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ അങ്ങനെ പോയ നരേന്ദ്രമോദി ഇപ്പോൾ ആൾക്കാരുടെ സംശയം അദ്ദേഹത്തിനൊരു മുന്നണി സംവിധാനം കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതിലും നരേന്ദ്രമോദിയേക്കാൾ വൈദഗ്ധ്യമുള്ള ആരും ഇന്ത്യയിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഭരണമായിരിക്കും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 9-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ഭരണം. അതുകൊണ്ട് രാജ്യം 2047 ആകുമ്പോൾ ഒരു ഡെവലപ്ഡ് നാഷൻ ആകണം എന്നുള്ള ആ രാജ്യത്തിൻ്റെ പോക്കിന് ശക്തി പകരും എന്നുള്ളത് ഇന്ന് NDA യോഗത്തിൽ പ്രസംഗിച്ച നേതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. BJPയുടെ നേതാക്കന്മാർ മാത്രമല്ല,
നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആണെങ്കിലും, അതോടൊപ്പം തന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഒക്കെ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗവൺമെൻറ് രാജ്യത്തിന് ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുള്ള ഭരണം നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സകലവിധ സാധ്യതകളെയും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു രാജ്യത്തെ ഡെവലപ്ഡ് നേഷനാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു മനോഹരമായിട്ടുള്ള മഹത്തായ ആത്മവിശ്വാസ നിർഭരമായ ഒരു ഭരണമായിരിക്കും നരേന്ദ്രമോദി സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. അതിൻ്റെ മുഴുവൻ നേട്ടങ്ങളും കേരളത്തിലെ നമുക്കും ഉണ്ടാകും എന്നുള്ള ശുഭകരമായ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എന്തായാലും ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിലും സംഘടന ഒരുങ്ങിയത് എങ്ങനെ എന്ന് അഡ്വക്കേറ്റ് എസ് സുരേഷിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം ഒരു കാര്യം തറപ്പിച്ചു പറയുന്നുണ്ട്, ഇത് അവസാനത്തെ പരാജയമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇനി ആർക്കും BJPയെ തോൽപ്പിക്കാനാകില്ല എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ്. എന്തായാലും ആ ആത്മവിശ്വാസം യാഥാർത്ഥ്യമാകട്ടെ. ചുരുങ്ങിയ സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം.